പ്രിയമുള്ള ട്രെയിനി സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നുള്ളതാണ്. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നുള്ള ഒരു ഭാഗം എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലാസ്റ്റിസിറ്റി എന്താണ്? ഇലാസ്റ്റിസിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ by virtue of which it regains its original shape and size after the deforming force is removed. ഒരു വസ്തുവിന്മേൽ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ ഷേപ്പിനും സൈസിനും മാറ്റം വരികയും ആ ഡീഫോമിംഗ് ഫോഴ്സ് ഒഴിവാക്കിയാൽ വസ്തു പഴയ അതേ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുകയാണെങ്കിൽ ആ മെറ്റീരിയൽ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ് എന്ന് പറയാൻ കഴിയും. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിൻ്റെ ഡെഫിനേഷൻ the internal opposite force to the external loading per unit area എന്നാണ്. ഇന്റേണൽ ഓപ്പോസിറ്റ് ഫോഴ്സ് ടു ദ എക്സ്റ്റേണൽ ലോഡിംഗ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ വസ്തുവിന്മേൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടൊരു ബലം പ്രയോഗിക്കുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ഇന്റേണൽ ആയി ഉണ്ടാകുന്ന ഓപ്പോസിറ്റ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് സ്ട്രെസ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ യൂണിറ്റ് ഏരിയ. Unit of stress in SI system is Newton per meter square or Pascal. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രെയിൻ എന്നുള്ളതാണ്. എന്താണ് സ്ട്രെയിൻ? സ്ട്രെയിൻ ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ. സോ ദർ ഈസ് നോ യൂണിറ്റ് ഫോർ സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ഒരു ബന്ധം എടുക്കുകയാണെങ്കിൽ ഒരു വസ്തുവിന്മേൽ സ്ട്രെസ് പ്രയോഗിക്കപ്പെടുമ്പോൾ ആ വസ്തുവിനുണ്ടാകുന്ന സ്ട്രെയിനും തമ്മിലുള്ള ഒരു ബന്ധം ഹൂക്സ് ലോ വഴി നമുക്ക് സ്ഥാപിച്ചെടുക്കാവുന്നതാണ്. ഹൂക്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ദാറ്റ് ഈസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ്. ദിസ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് മോഡുലസ് ഓഫ് elasticity. Stress by strain is equal to modulus of elasticity. വിവിധ തരം സ്ട്രെസ്സുകൾ നമുക്ക് അറിയാവുന്നതാണ്. ലോജിറ്റ്യൂഡിനൽ സ്ട്രെസ് നീളത്തിൽ, കംപ്രസീവ് സ്ട്രെസ്, ഷിയർ സ്ട്രെസ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള സ്ട്രെസ്സുകളുണ്ട്. ഇതിന് ആനുപാതികമായി സ്ട്രെയിനുകളും ഉണ്ടാകുന്നു. സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, ബൾക്ക് മോഡുലസ് എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് യങ്സ് മോഡുലസ്? ദ റേഷ്യോ ഓഫ് ലോജിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ദ ലോജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് കോൾഡ് യങ്സ് മോഡുലസ്. ലോജിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ദ ലോജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് കോൾഡ് യങ്സ് മോഡുലസ്. ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ഈസ് കോൾഡ് rigidity modulus. Ratio of shear stress to shear strain is called rigidity modulus. The ratio of volumetric stress to the volumetric strain is called bulk modulus. Volumetric stress to volumetric strain is called bulk modulus.